ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സാന്റ ക്യാപ്പ് മേക്കിംഗ് ആണ്. അപ്പോൾ ക്രിസ്മസ് അല്ലൊക്കെ വരുന്നത്, അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ക്യാപ്പാണ് ചെയ്യാൻ പോകുന്നത്, സാന്റ ക്യാപ്പാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 മീറ്റർ ക്ലോത്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്നിങ്ങനെ ക്രോസായിട്ട് മടക്കി വയ്ക്കുക കേട്ടോ. ഇതുപോലെ ക്രോസായിട്ട് വയ്ക്കാം. സാറ്റിൻ ക്ലോത്താണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫെൽറ്റ് ക്ലോത്തൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്യാപ്പ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിൽ നമ്മൾ ആദ്യം ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. ഒരു സ്മാൾ സൈസിലുള്ള ഒരു ക്യാപ്പാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ലെങ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് വരുന്നത്. അതെല്ലാ സൈഡിലേക്ക് നമ്മൾ ആ 12 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ സൈഡിലേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ 12 ഇഞ്ച് ഇങ്ങനെ കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 മീറ്റർ ക്ലോത്തിൽ നിന്ന് നമുക്കൊരു 3 ഐറ്റം ക്യാപ്പ് വരെ നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി താഴെ വയ്ക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ വൈറ്റ് ക്ലോത്താണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതും ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാറ്റിൻ ക്ലോത്താണ്. അപ്പോൾ നമുക്ക് സാറ്റിൻ ക്ലോത്തിൻ്റെ ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാം. അതായത് ഇവിടെ മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തു നിന്നും കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക. എനിക്കിവിടെ ഒരു 9.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ 9.5 ഇഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്തു നിന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് 2ആക്കി മടക്കി വയ്ക്കുക. എന്നിട്ട് ഒരു 2.5 ഇഞ്ച് വിടുത്തിലാണ് നമുക്കിത് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. 2.5 ഇഞ്ച് വിടുത്തിൽ നമുക്ക് ഈ ഒരു വൈറ്റ് ക്ലോത്ത് 2ആക്കി ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് 9.5യും അതുപോലെ അടുത്ത സൈഡിലേക്കും കൂടെ എന്ത് വേണം, 9.5 വേണം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു 19 ഇഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെങ്ത്തായിട്ട് എടുക്കാം. താഴെ വയ്ക്കാനുള്ള പീസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 19 ഇഞ്ചിൽ നമുക്കിവിടെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. താഴെ വയ്ക്കാനുള്ള പീസ് ഇവിടെ കട്ട് ചെയ്തു. ഇനി മുകളിലായിട്ട് നമുക്ക് ആ ഒരു ബോ പോലെ വയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു ബോൾ പോലെ വയ്ക്കുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റൗണ്ടിലൊരു ചെറിയൊരു പീസ് ഇവിടെ കട്ട് ചെയ്യുകയാണ് കേട്ടോ. എല്ലാ സൈഡിലേക്കും 2 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടൊരു പീസും കൂടെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ രീതിയിലുള്ളൊരു പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് പീസിൽ നമ്മൾ ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ചുറ്റുഭാഗമായിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കിതൊന്നിങ്ങനെ വലിച്ചെടുക്കാം. ഈ രീതിയിൽ ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് ചെയ്യാം കേട്ടോ. നമ്മൾ ആ മുകളിൽ വയ്ക്കുന്ന ഒരു ബോൾ പോലെയുള്ള സംഭവമല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ റൗണ്ടായിട്ട് നമ്മളിങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു. ഇത് കറക്റ്റായിട്ട് നമുക്കൊരു റൗണ്ടായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു സെറ്റ് കോട്ടനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കോട്ടൻ്റെ മെറ്റീരിയലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം കേട്ടോ. ഇത് ഉൾവശത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഇതൊന്നിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഈ ഒരു നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതൊന്ന് വലിച്ച് പിടിക്കുക കേട്ടോ. ഇതൊന്ന് ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഇത് സാറ്റിൻ ക്ലോത്ത് ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാൻ. കാരണം ഇതുപോലെ ഒന്ന് വലിച്ച് പിടിച്ചതിന് ശേഷം ഇതൊന്നിങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ താഴെ വശത്ത് ഈ ഒരു വൈറ്റ് ക്ലോത്ത് 2ആക്കി മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിനൊരു പതിച്ചടി കൊടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് ഈ തയ്യൽത്തുമ്പ് ഇങ്ങനെ വരുന്ന രീതിയിൽ നമുക്കിതിൻ്റെ മുകളിൽ വെച്ചിട്ടൊരു പതിച്ചടി കൊടുക്കാം. നമ്മുടെ ഈ ഒരു ബോൾ പോലെയുള്ള ആ സംഭവം നമുക്കിതിൻ്റെ എൻഡിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് താഴെ ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോരാം കേട്ടോ. നമ്മുടെ ഇവിടെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.